നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സത്യത്തിൽ ഞാനൊരു മണ്ടനാ. എന്തൊരു ഭീകര മണ്ടത്തരം ഞാൻ കാണിച്ച്. സാമാന്യ ബുദ്ധിയുള്ള ആരും ആ മുറി കണ്ട എന്നെ സംശയിക്കും. ആ കാര്യം വിവേക ബുദ്ധിയോടെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ പ്രതികൂട്ടിലാവില്ലായിരുന്നു. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പുലിവാല ഉണ്ടാവാൻ പോകുന്നേ. ഗോഡ്, ഞാൻ പെടുവോ? അമ്മേ, അഞ്ജലിയുടെ കാര്യം യശോദാമ്മയെ അറിയിക്കണ്ടേ? വിളിച്ചിട്ട് ഞാൻ എന്താ മോളെ യശോദയോട് പറയണ്ടേ? അഞ്ജലിയെ കാണാനില്ലെന്ന സത്യം എനിക്ക് പോലും ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതറിഞ്ഞ യശോദയുടെ കാര്യം പറയണോ? ആ പാവത്തിന് ഇതറിഞ്ഞ ഹാർട്ട് അറ്റാക്ക് വരും. എങ്ങനെ അവർക്കിത് സഹിക്കാൻ കഴിയുക? അതല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണിന്റെ സുരക്ഷിതത്വം അത് നമ്മുടെ ചുമതലയല്ലേ? എന്റെ ഈശ്വര, ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയായല്ലോ. ദൈവമേ, ഇനി ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? അമ്മേ, നമ്മൾ ഈ കാര്യം യശോദാമ്മയോട് പറയാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളിത് എത്ര നാള് യശോദാമ്മയിൽ നിന്ന് ഈ സത്യം മറച്ചു വെക്കാൻ പറ്റും? അമ്മേ, എന്റെ അഭിപ്രായം ഇത് അവരെ അറിയിക്കുന്നതാ ബുദ്ധിയെന്ന. അല്ലെങ്കിൽ പിന്നീട് അത് നമുക്ക് തലവേദനയാകും. അഞ്ജലിയെ കാണാനില്ല എന്നുള്ള സത്യം നമ്മൾ എത്ര കാലം പുകമറയ്ക്കുള്ളിൽ മൂടി വയ്ക്കും? അതുകൊണ്ട് അവരെ അറിയിക്കണം. പിന്നീട് പോലീസും കേസും ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവരെ അറിയിച്ചില്ല എന്നുള്ള ചോദ്യം വരില്ലേ? അതുമാത്രമല്ല, അഞ്ജലി അവളുടെ താല്പര്യപ്രകാരം എവിടെയെങ്കിലും പോയതാണെങ്കിൽ ഒരുപക്ഷെ അത് യശോദാമ്മയോട് പറയില്ലേ? അവൾ എന്തെങ്കിലും യശോദാമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് യശോദാമ്മ നമ്മളോട് പറയില്ലേ? അപ്പോൾ പിന്നെ ഈ ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. അമ്മേ, റിങ്ങോട്ട് സംസാരിക്കേ. സംസാരിക്കമ്മേ. ഹലോ ഹലോ. ആ അമ്മേ, പറഞ്ഞോ. മോളെ, യശോദയല്ല, ചിത്രയെ ഫോൺ എടുത്തേ. ഉർവശി ശാപ ഉപകാരം. യശോദാമ്മയോട് പറഞ്ഞ് ഇനി അമ്മയ്ക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. മോളെ ചിത്രേ. ആ അമ്മേ, പറഞ്ഞോ, കേൾക്കാം. മോളെ, യശോദ ഇല്ലേ? ഇല്ലമ്മേ, അമ്മ അമ്പലത്തിൽ പോയിരിക്കുക, ഫോൺ എടുത്തില്ല. ശരി. പിന്നെ എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷങ്ങള്? ഒന്നുമില്ല മോളെ. അല്ല, എന്താ അമ്മയുടെ ശബ്ദത്തിനൊരു ഇടർച്ച? ഏയ്, ഒന്നുമില്ല മോളെ. ഹലോ ചിത്രേ, ഞാനാ. പറ ജലജേ. ചിത്രേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പറ്റി? അത് ചിത്രേ, ഇന്ന് രാവിലെ മുതല് അഞ്ജലി മോളെ കാണാനില്ല. എങ്ങനെ? ചിത്രേ, എന്താ ജലജ പറഞ്ഞത്? അഞ്ജലി കാണാനില്ലെന്നോ? അവളോട് പോയി? എന്റെ മോനെ പറ്റിക്കുമ്പോ ഓർക്കണമായിരുന്നു തിരിച്ചടികൾ ഉണ്ടാവുമെന്ന്. ഇതാ പറയുന്ന, പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കുന്നു. ചേട്ടാ ചേട്ടാ
നീ എന്തിനാ ഇത്ര വെപ്രാളപ്പെട്ട് ഓടി വന്നത്? ഇങ്ങി തന്നെ. എടി നീ വല്ലതും കണ്ട് ഭയന്നാ? കണ്ടല്ല ഭയന്നത്, കേട്ടിട്ടാ ഭയന്നത്. എടി നീ എന്നെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം എന്താന്ന് പറയടി. നമ്മുടെ അഞ്ജലിയില്ലേ, കാണാനില്ലാന്ന്. എടി നീ എന്താ ഈ പറയുന്നത്? കാണാനില്ലെന്നാ? ആ അതേന്ന്, കാണാനില്ലാന്ന് എന്നോടെ ജലജ വിളിച്ചു പറഞ്ഞ. എടി നീ എന്തൊക്കെ ഈ പറയുന്നത്? നീ കേട്ടത് തെറ്റിയൊന്നല്ലോ. ആ ഇനി അങ്ങനെ പറഞ്ഞു. എന്റെ ചെവികളെ എനിക്ക് വിശ്വാസം. ഈ ചിത്രയ്ക്ക് നല്ല ബോധമുണ്ട് ആരോടാ എന്താ പറയണ്ടേന്ന്. ഇനി നിങ്ങളായിട്ട് എന്നെ പൊട്ടിയാക്കാൻ ഞാൻ മതി. എടി നീ പറഞ്ഞത് സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഞ്ജലി എവിടെ പോവാനാ? അതെങ്ങനെ എനിക്കറിയാം? പോയി, അത്ര തന്നെ. ഇനി പോയതാണോ കൊണ്ടുപോയതാണോന്നും അറിയില്ല. ഇനിയെങ്ങാനും അവൾ എന്റെ പണം തിരികെ തരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പോയതായിരിക്കുമോ? ആ അതിന് സാധ്യതയില്ലാതില്ല. അവള് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും. അപ്പോ അവൾക്ക് കൊടുത്ത നിങ്ങളുടെ പണം ഉണ്ടല്ലോ, അത് ഗോവിന്ദ. ഇല്ല, പണം കൊണ്ട് അവൾ ഏത് പൊത്തിപ്പോയി ഒളിച്ചാലും കെണി വെച്ച് ഞാൻ പിടിക്കും. അവക്കെ ജഗന്നാഥന്റെ ഒരു മുഖം മാത്രമേ അറിയാവൂ. സ്നേഹിച്ച ജഗന്നാഥൻ ദേവനാ, യഥാർത്ഥ ജഗത്തിന്റെ ദേവൻ. ചതിച്ചാ ഞാൻ കാലനാണ്, കാലേ. നിങ്ങൾ ദേവനാണോ കാലനാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവളെ കണ്ടുപിടിക്കണം. എന്നിട്ട് എത്രയും വേഗം നമ്മുടെ പണം തിരികെ മേടിക്കണം. എടി ശരിക്കും എന്താ സംഭവിച്ചത്? എന്ത് പറ്റിയെന്നാ ജലജ വിളിച്ചു പറഞ്ഞത്? നീ പറഞ്ഞു വെച്ച് നോക്കിയാ അവളെ ആരോ അപായപ്പെടുത്താനാണ് സാധ്യത. അല്ലെങ്കിൽ അവള് നമ്മളെ എല്ലാം ഫൂളാക്കാൻ വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ച നാടകവും ആവാം. എന്നാലും നീ പറഞ്ഞു വെച്ച് നോക്കിയാ ഇത് അവളുടെ ഒരു ഗെയിം ആവാനാണ് 90% സാധ്യത. മറിച്ചാണെങ്കിൽ അതാര്, എന്തിന് എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇവളുടെയൊക്കെ കയ്യിലിരിപ്പിനെ ഏതെങ്കിലും ശത്രുക്കൾ പണി കൊടുത്തതും ആവാം. മുൻവിധിയൊന്നും പറയാൻ പറ്റില്ല. രണ്ടായാലും നമ്മുടെ കാശിന്റെ കാര്യത്തില് ഒരു തീരുമാനമായെന്നാ തോന്നുന്നത്, അല്ലേ? അങ്ങനെ ഇപ്പോ നമ്മുടെ കാശ് തോട്ടിലൊഴുക്കി കളയാനുള്ളതാണോ? നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്നെങ്കിലും അത് വസൂലാക്കണം. ഇനിയെങ്ങാനും അവൾ എന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വൃത്തികെട്ട ഗെയിം കളിച്ച അതിനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ഈ സൊസൈറ്റിയിലും പോലീസിലും മറ്റ് അധികാര കേന്ദ്രങ്ങളിലും എനിക്കുള്ള ബന്ധം എന്താണെന്ന് അവളെ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ശരിക്കും എന്താണ് സാർ ഉണ്ടായത്? ഇന്നലെ അവരൊരുമിച്ച് ഉറങ്ങാൻ കിടന്നതാ. പക്ഷെ രാവിലെ നോക്കുമ്പോ അഞ്ജലിയെ കാണാനില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. രാവിലെ ആ കുട്ടിയെ, ഐ മീൻ അഞ്ജലിയെ കാണാനില്ലെന്ന് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? അത് ജലജ അവരുടെ റൂമിൽ നോക്കിയപ്പോ അഞ്ജലിയെ കാണാനില്ല. മാത്രമല്ല സംശയകരമായ രീതിയിൽ മുറിയിൽ രക്തക്കറയും കണ്ടു. ഓ റൈറ്റ്.